ആകെ മടി പിടിച്ചിരിക്കും. പക്ഷേ കോളേജിൽ പോകാതിരിക്കാൻ പറ്റത്തില്ല. ഇന്ന് എനിക്ക് ഇൻറ്റേർണൽ എക്സാമാണ്, അതും 2 എണ്ണം ഉണ്ട്. എനിക്ക് ആകെ തൊണ്ട ഇച്ചിട്ട് സീനായിട്ടിരിക്കും. കാരണം എനിക്ക് ടോൺസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ദിവസമായിട്ട് കിടന്ന് ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കി അത് ഒന്ന് ഇച്ചിരി ബൾജായിട്ട് അതിൽ ഇൻഫെക്ഷൻ ആയിട്ടിരിക്കുക. ആകെപ്പാടെ തൊണ്ട പോയിരിക്കുക ഗൈസ്. എന്തായാലും കോളേജിൽ പോയല്ലേ പറ്റത്തുള്ളൂ, എക്സാം അല്ലേ, പോകാതിരിക്കാൻ ഒരു വഴിയില്ല. എന്തായാലും നമ്മൾ കയ്യിൽ ബോഡി സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട്. കാരണം ഹാഫ് കൈ ഷർട്ടില്ല, താഴോട്ട് മാത്രം നമുക്ക് ടാൻ അടിച്ച് കൈയുടെ അത്രയും ഭാഗം ഒരുമാതിരി വൃത്തിട്ട രീതിയിലാണ് ഇരിക്കുന്നത്. എൻ്റെ യൂണിഫോമിൻ്റെ ആണെങ്കിൽ പിന്നെ പറയേ വേണ്ട. എനിക്ക് നേരത്തെ ആണെങ്കിൽ ഇതിലും വണ്ണം ഉണ്ടായിരുന്നു. വണ്ണം കൊണ്ട് കുറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് ഇത് ഒരുമാതിരി ഭയങ്കര ലൂസായിട്ടിരിക്കുന്നത്. കാരണം ഷേപ്പ് ചെയ്ത് ഞാൻ എനിക്ക് വണ്ണം വെക്കും. അതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മൾ കോളേജിലോട്ട് പോകണം. കോളേജിൽ പോയിരുന്ന് എന്തൊക്കെയോ കുറേ വായിച്ചു നോക്കി. കാരണം നമ്മൾ ഉച്ചയ്ക്ക് എക്സാമൊക്കെ രാവിലെ വായിച്ചു നോക്കുന്നത്. ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിട്ട് തീരെ വയ്യായിരുന്നു. അങ്ങനെ കുറേ നേരം പഠിക്കുകയൊക്കെ ചെയ്ത് എക്സാം കഴിഞ്ഞ് കുഴപ്പമില്ല, ജയിക്കുമെന്ന് തോന്നുന്നു. എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, ജയിക്കുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇവനോടാണെങ്കിൽ എക്സാം എങ്ങനെയുണ്ടോ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടില്ല, അടിപൊളി സൂപ്പർ എക്സാം ആയിരുന്നു. നമ്മൾ അതെല്ലാം കഴിഞ്ഞ് അവിടെ ഒരു അപ്പൂപ്പനുണ്ട് കോളേജിൻ്റെ അവിടെ, ഇങ്ങനെ ഈ കമ്മലമാല അങ്ങനത്തെ ഐറ്റമൊക്കെ ഉള്ളത്. പുള്ളിക്കാരൻ്റെ അടുത്ത് പോയിട്ട് കമ്മലൊക്കെ വാങ്ങിച്ച് തിരിച്ച് ഹോസ്റ്റലിൽ ഇപ്പോൾ ബൈ ഗൈസ് ടാറ്റാ.